റീസെന്റ് മറ്റേ പൃഥ്വിരാജിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ, പൃഥ്വിരാജിന്റെ വീട്ടിൽ എന്തോ ടാക്സ് റൈഡ് നടന്നു പറഞ്ഞ വേറെ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ പൃഥ്വിരാജ് കേസ് കൊടുക്കുകയൊക്കെ. നിഖില വിമലിന്റെ തന്നെ വേറൊരു കാര്യമായിട്ട് ഞാനിപ്പോ 2 ദിവസം റീല് കണ്ടിട്ടായിരുന്നു. അവരുടെ ഫ്രണ്ട് ആരോന്നിരുന്നിട്ട് ഏതോ ഒരു വെബ്സൈറ്റിലുള്ള ന്യൂസ് വായിക്കുകയാണ്, നിഖില വിമലും വേറെ ആളായിട്ട് വിവാഹിതരാവാൻ പോകുന്നു. അപ്പോ നേരെ പുള്ളിക്കാരത്തിനെ കാണിക്കുന്ന പുള്ളിക്കാരി ഞാൻ അറിഞ്ഞില്ല കാര്യം എന്ന് പറയാം. അപ്പോ വ്യൂസ് കിട്ടാൻ വേണ്ടി, ട്രാഫിക് കിട്ടാൻ വേണ്ടി, റവന്യൂ കിട്ടാൻ വേണ്ടി ഏത് രീതിയിലുള്ള ഒരു ക്യാമറയുള്ള ഒരു മൊബൈലുള്ള ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം. എറണാകുളത്തെ വനിതാ വിനീതയില് വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ ആ സിനിമയുടെ ആർട്ടിസ്റ്റുകൾ അവിടെ വരുന്നൊരു ന്യൂണ ചെല്ലാറുണ്ട്. അവിടെയാണ് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷോ കാണാനായിട്ട് സെലിബ്രിറ്റീസ്, സിനിമയുടെ ക്രൂ വരുന്നത്. പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, അവർക്ക് ഒരു റെപ്യൂട്ടേഷൻ ഇല്ല. നമ്മൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സും ഷാഹിദ് പാപ്പനും ഒരു വിങ് ആയിട്ട് പോകുമ്പോൾ ഷാഹിദ് പാപ്പിൽ നമ്മൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നാളെ ആ ആർട്ടിസ്റ്റിന് നമ്മൾ ഇന്റർവ്യൂ വിളിക്കുമ്പോൾ നിങ്ങൾ അതിനെ പറ്റി ഇത് ഇട്ടതല്ലേ എന്ന് പറയാൻ പാടില്ല. നമുക്ക് തന്നെ അത് ലോസ് ആണ്.